ഇല്ല, എന്റെ ലക്ഷ്യം നേടാതെ ആർക്കും എന്നെ കീഴ്പ്പെടുത്താനാവില്ല. ഞാൻ ആർക്കും കീഴ്പ്പെടുകയില്ല. എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവര് എന്റെ ഇരകളായി മാറും. ആരവ്, 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 ഇവളെന്നെ ദുർബലനാക്കാൻ കുറിയിട്ട് വന്ന് നിൽക്കാണല്ലോ. എടാ ആരവേ, നീ എന്താ ആലോചിച്ചോണ്ട് നിക്ക? ഞാൻ ഞാൻ തന്നെ പറ്റി ആലോചിച്ചോണ്ട് നിൽക്ക. എന്നെ പറ്റി എന്താ ആലോചിക്കാൻ? ഇവളുടെ കുറി മായ്ച്ചു കളയാൻ എന്തോ ഒരു വഴി. ആരവ്, അയ്യോ ഗൗളി, എവിടുന്നാ വീണ്? എന്തുപറ്റി വൃന്ദേ? എന്റെ നെറ്റിയിൽ ഒരു ഗൗളി വന്ന് വീണു. ദോഷാണോ എന്തോ? ഗൗളി വന്ന് നെറ്റിയിൽ വീണ ദോഷം മാത്രമല്ല, അശ്രീഗ്രഹ. പരദേവതയുടെ ഈ കുറി അശുദ്ധായല്ലോ. അശുദ്ധായ കുറി നെറ്റിയിൽ അണിയുന്നത് പരദേവതയോടുള്ള അനാദരവല്ലേ? ഈ കുറി ഇനി നെറ്റിയിൽ അണിഞ്ഞൂടാ. അത് വൃന്ദ തുടച്ചു കളയണം. അതങ്ങ് മാച്ചു കളഞ്ഞേക്ക്. അയ്യോ, ഇത് മുത്തശ്ശൻ ഇട്ടു എന്ന കുറിയാ. ഗൗളി വീണ പിന്നെ അശുദ്ധമായില്ലേ? ആരെങ്കിലും മാലിന്യം നെറ്റിയിൽ അണിഞ്ഞ് നടക്കോ? അത് ശരിയാണല്ലോ. അശുദ്ധ ഇത് അണിഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് താൻ കുറിമായ്ച്ച് കളയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തില് തനിക്ക് എന്തേലും സംശയം ഉണ്ടെങ്കില് മുത്തശ്ശനോട് ചോദിച്ച ശേഷം ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് നീ പറയുന്നതാ വിശ്വാസം. നീ പറയുന്നൊരു കാര്യം ഞാൻ എങ്ങനെ അവഗണിക്കും? നിന്നെ അവഗണിക്കാൻ എനിക്കാവില്ല. വൃന്ദേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തേലും കഴിക്കാൻ കിട്ടുമോ? നിനക്ക് ആവശ്യമുള്ളതേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നീ പുറത്തിറങ്ങല്ലേ? എന്നാ പിന്നെ വേഗം പോയി കൊണ്ടുപോവാ. എനിക്ക് നല്ല വിശപ്പ്. നീ സമാധാനപ്പെട്, ഞാൻ കൊണ്ടുവന്നോളാം. എന്തുപറ്റി? തെന്നി വീണതാ. കാൽ ഒളിക്കാൻ തോന്നുന്നു. താൻ വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. ഒരു മോഹം അത് നിനക്കായി മാത്രം, ഒരു നോക്കിൽ എൻ ജീവൻ നിലയുന്നു. എൻ മോഹം, എൻ ജീവൻ നീ, എൻ ലോകം, എൻ സ്നേഹം നീ, നീ മാത്രം എൻ കൂടെ എന്നും
ഈ കാലാണ് വിളിക്കത്. പതുക്കെ. വേദനിക്കുന്നുണ്ടോ? ആ ചെറുതായിട്ട്. ആ ചെറിയ വേദനയാണെങ്കിൽ പേടിക്കണ്ട, മാറിക്കോളും. നിന്നോർമ്മയിൽ നാറും എൻ ഹൃദയം നിനക്കാ. ഇപ്പൊ വേദന മാറിയോ? നിൻ രൂപം മായുന്നില്ല. എൻ നിലവിൽ നീ മാത്രം. എൻ